കർണാടക കാർവാറിൽ ദേശീയപാത കടന്നുപോകുന്ന പാലം തകർന്ന പുഴയിൽ വീണ ലോറി പുറത്തെത്തിക്കുകയാണ്. ദൗത്യത്തിന് പിന്നിൽ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണുള്ളത്. ഈ മാസം 7-നാണ് കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന ലോറി പുഴയിലേക്ക് വീണത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ ദൗത്യത്തിന് ഒരു സമാപനം കുറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. കാരണം കാർവാറിലെ ഈ പാലം തകരുന്നത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. ഒരു വണ്ടി മാത്രമേ ആ സമയത്ത് അതിലൂടെ പാസ് ചെയ്തിരുന്നുള്ളൂ. അതിലെ ഡ്രൈവറെ അന്ന് തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്ന വിവരം. പക്ഷെ ആ ലോറി പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഇവിടെ അർജുനായുള്ള തെരച്ചിലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പിന്നീട് ഇന്ന് ഇവിടെ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് തൽക്കാലം സംവിധാനങ്ങളുടെ സാങ്കേതിക പ്രശ്നം മൂലം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ടാണ് ഇന്നലെ MLA ഉൾപ്പെടെ കാർവാർ MLA ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഈ ഒരു ദൗത്യത്തിനായി കാർവാറിൽ എത്തുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ദൗത്യം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സമയം 7:15 അടുക്കുന്ന സമയത്താണ് ഈ ലോറി പൂർണ്ണമായും ഈ കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് നമുക്കറിയാം ആ ഒരു ദൗത്യം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ ദൗത്യം ഇനിയും വിജയം കാണുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഈ കാർവാറിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുപോലൊരു ദൃശ്യമാണ് നമ്മളും ശിരൂരിൽ കാത്തിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം അർജുന്റെ ലോറിക്കായുള്ള തിരച്ചിൽ നിരവധി ദിവസമായി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കയർ ഉൾപ്പെടെയുള്ളവ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതിനാൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നില്ല. മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. നാളെ മുതൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുക. അതിനിടയിലാണ് കാർവാറിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ലോറി ഇപ്പോൾ പുറത്തെത്തിക്കുന്ന ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഈശ്വർ മാൽപ്പയിൽ അർപ്പിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ നേവി ഉൾപ്പെടെ ഈശ്വർ മാൽപ്പയുടെ കൂടെ സംഘത്തിൽ തിരച്ചിലിനായി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു ദൗത്യം വിജയകരമായി എത്തുന്നത് അല്ലെങ്കിൽ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഇതേ ദൗത്യം അല്ലെങ്കിൽ ഇതേ സമാന രീതിയിൽ നമുക്ക് ശിരൂരും കാണാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവരിലും ഉണ്ട് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. എന്തായാലും രാവിലെ 9 മണിയോട് കൂടി തുടങ്ങിയ ദൗത്യം ഇപ്പോൾ സമാപനത്തിലേക്ക് അല്ലെങ്കിൽ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഗോവയിലേക്കൊക്കെ പോകുന്ന കാർവാറിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണിത്. 2 പാലങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു പാലമാണ് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം 40 വർഷത്തോളം ഈ പാലത്തിന് പഴക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് ഈ വാഹനത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു എന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അന്ന് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ആ ലോറി ഡ്രൈവറെ പ്രധാനമായി രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ലോറി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ലോറി ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും ഇടപെട്ടുകൊണ്ട് പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യം അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് ഈശ്വർ മാൽപ്പയും സംഘവും എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സമാന രീതിയിൽ ശിരൂരും അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇതുപോലൊരു ദൃശ്യം നമുക്ക് ശിരൂരിലും കാണാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ്. കാരണം രാവിലെ തുടങ്ങിയ ദൗത്യം അതിന്റെ വൈകിട്ടോടെ എത്തുമ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു, കർണാടക കാർവാറിലാണ് ദേശീയപാത കടന്നുപോകുന്ന പാലം തകർന്ന പുഴയിലേക്ക് പതിച്ചത്. പാലത്തിലൂടെ കടന്നുപോകുന്ന ലോറി പുഴയിൽ വീണിരുന്നു. ആ ലോറിയാണ് ഇപ്പോൾ പുറത്തെത്തിക്കുന്നത്. ദൗത്യത്തിന് പിന്നിൽ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണുള്ളത്. ഈ മാസം 7-നാണ് കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ലോറി പുഴയിൽ വീണത്. സോണൽ കൃഷ്ണയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.